ലാൻഡ് ഡെവലപ്മെന്റ് നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് വില്ലകൾക്കും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പ്ലോട്ടുകൾക്കും തന്നെയാണ്. ഇപ്പോൾ റെറ അതോറിറ്റി അതിൽ കൂടുതൽ സ്ട്രിക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എല്ലാ സ്ഥാപനങ്ങൾക്കും സർക്കുലർ കൊടുത്തു എന്നുള്ളതാണ്. ഏതെങ്കിലും അവരുടെ അധികാര പരിധിയിൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള അധികാരം വരുന്ന രീതിയിലുള്ള സർക്കുലർ കൊടുത്തു എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെങ്കിലും ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ക്രൈറ്റീരിയയും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. നമുക്കറിയാം 500 M² മുകളിൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അതായത് 12.5 സെന്റിന് കൂടുതൽ എവിടെയെങ്കിലും ലാൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് പെർമിറ്റ് വേണം എന്നുള്ളതാണ്. റെറയുടെ രജിസ്ട്രേഷൻ വേണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ലോക്കൽ ബോഡീസിന് ഒരു ഡെവലപ്മെന്റ് പെർമിറ്റ് എടുക്കുക, എന്നിട്ട് അത് റെറയിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന് ഒരു രജിസ്ട്രേഷൻ നമ്പർ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള വഴി വിട്ടിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്നതിന് ശേഷം മാത്രം ഒരു പ്ലോട്ട് വിൽക്കുമ്പോൾ മാത്രമാണ് അവിടെയുള്ള ആ സ്ഥലം വാങ്ങുന്ന കസ്റ്റമറിന് ന്യായമായിട്ടുള്ള ഒരു വീട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലം ഉണ്ടാവൂ എന്നുള്ളതാണ്. ഇതാണ് ഒരു ഡെവലപ്മെന്റ് പെർമിറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഇതിന് നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ടൗണുകളിൽ ഫ്ളാറ്റുകളുണ്ട്, അതുപോലെ തന്നെ വില്ല പ്രൊജക്ടുകളുമുണ്ട്, റെസിഡൻഷ്യൽ പ്ലോട്ടുകളുമുണ്ട്. എന്തുകൊണ്ട് ഫ്ളാറ്റിൽ നിന്ന് ഒരു വില്ല പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു വില്ല ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൂടുതൽ അതിനൊരു താല്പര്യം വരുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ടൊന്ന് അഫിനിറ്റി തന്നെയാണ്, സ്വന്തമായിട്ട് ലാൻഡ് എന്നുള്ള വികാരം. ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്കൊരു യൂണിറ്റ് കിട്ടും എന്നതിനപ്പുറത്തേക്ക് ഒരു സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിലൊരു സ്വന്തമായിട്ട് ലാൻഡ് എന്നുള്ള വികാരമാണ് ഒരു വില്ല പ്രൊജക്റ്റിലേക്ക് ഒരു കസ്റ്റമറിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, അവരുടെ ആ ഒരു ലാൻഡിൽ ഏത് രീതിയിലും ഒരു വീട് നിർമ്മിക്കാൻ പറ്റും, അവരുടെ ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് ആ ഒരു വീട്ടിൽ എന്ത് തന്നെ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, അതിന്റെ മുകളിലേക്ക് എടുക്കാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് അതിൽ കിട്ടും എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് അതിൽ വരുന്നത് ബേസിക് നീഡ്സുകളാണ്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ബേസിക് നീഡ്സ് വന്നു. അപ്പോൾ നമുക്കിപ്പോൾ പൊതുവെ ഒരു ഫ്ലാറ്റ് ചൂസ് ചെയ്യാൻ കാരണം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം എല്ലാ ലാൻഡുകളിലും എല്ലാ സ്ഥലത്തും അതിന്റെ ബേസിക് നീഡ്സുകൾ, ഇലക്ട്രിസിറ്റി, വാട്ടർ എന്നുള്ള എല്ലാ രീതിയിലുള്ള ഒരു അമ്യൂണിറ്റീസും എല്ലാ ഭാഗങ്ങളിലും എത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റെസിഡൻഷ്യൽ ലാൻഡുകൾ ഇപ്പോഴും ഡിമാൻഡായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒരു പ്ലോട്ട് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നമുക്കറിയാം കേരളത്തിലെ ഒരു ഭൂപ്രകൃതി വളരെ അൺഡുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ പലതും ഉള്ളത്. നമുക്കറിയാം ഒരു ലാൻഡ്, ഒരു ഏക്കർ ലാൻഡ് ആണെങ്കിലും ഒരു 1.5 ഏക്കർ ലാൻഡ് ആണെങ്കിലും അതിനെ നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പും അതുപോലെ തന്നെ ഹൈറ്റ് ഡിഫറൻറ്റും വളരെ വലിയൊരു ഘടകമാണ്. അതിനെ നല്ല രീതിയിൽ പ്ലോട്ടുകളെ ഡിസൈൻ ചെയ്ത് അതിനെ ഡെവലപ്മെന്റ് ആക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം അതിനൊരു ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ അടുത്തൊരു സ്റ്റേജാണ് നമുക്ക് അതിന്റെ അപ്രൂവൽ എന്നുള്ളത്, ഡെവലപ്മെന്റ് പെർമിറ്റ് അപ്രൂവൽ. അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്രൂവൽ എടുക്കുക എന്നുള്ളത്. ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുക്കേണ്ടതുണ്ടാവും. ഇത്ര ഒരു ഏരിയ കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നിന്നുള്ള ഡിപ്പാർട്ട്മെന്റ് എടുക്കേണ്ടതുണ്ടാവും. ഇത്തരത്തിലൊരു ഡെവലപ്മെന്റ് പെർമിറ്റ് എടുത്തതിന് ശേഷം റെറയിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. 12.5 സെന്റിന് മുകളിൽ നമ്മൾ ലാൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റെറയിൽ രജിസ്ട്രേഷൻ ചെയ്യണം നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ അടിസ്ഥാന അമ്യൂണിറ്റീസ് നമുക്കറിയാം, പവർ സപ്ലൈ, റോഡ്സ്, മറ്റുള്ള രീതിയിലുള്ള ഡ്രൈനേജ് സിസ്റ്റം. അതിന് ഓരോ പ്ലോട്ടിന്റെ ഏരിയക്ക് അനുസരിച്ച്, മീൻസ് ഒരു ലാൻഡിന്റെ ഏരിയക്ക് അനുസരിച്ച് അതിന്റെ ക്രൈറ്റീരിയ കൂടുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോയിൽ കണ്ടീഷൻ. നമ്മളറിയാം റോഡ്, അടിസ്ഥാനപരമായിട്ട് റോഡ് നിർമ്മിക്കുമ്പോൾ അതിന്റെ സോയിൽ സ്റ്റെബിലിറ്റി നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം അതിന്റെ റോഡിന്റെ കൺസ്ട്രക്ഷൻ തിക്നെസ്സും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ നമ്മളൊരു അടിസ്ഥാനപരമായിട്ട് ഒരു പ്ലോട്ട് ഡെവലപ്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഒരു ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ് എന്ന് പറയുന്ന കാറ്റഗറി എങ്ങനെയാണ് വരുന്നത്? ഒരു ലാൻഡിൽ നിന്ന് മെറ്റീരിയൽ എടുക്കുകയോ അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ ഡംപ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതൊരു ഡെവലപ്മെന്റ് ലാൻഡ് എന്ന കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഗ്രികൾച്ചർ ലാൻഡ് ഇതിൽ നിന്ന് ഒഴിവാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളൊരു ലാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുക, ഫുട്പാത്ത്, അതുപോലെ തന്നെ റോഡ്സ്, ഡ്രൈനേജ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിലൊരു അമ്യൂണിറ്റീസ് ഒരുക്കുമ്പോൾ അതും ഒരു ഡെവലപ്മെന്റ് ലാൻഡ് എന്നുള്ളൊരു കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പ്ലേ ഏരിയ, അതുപോലെ തന്നെ മറ്റുള്ള റിക്രിയേഷൻ ഏരിയ, ഇത്തരത്തിലൊരു ലാൻഡിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ് എന്നുള്ള കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ലാൻഡിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുക, സബ്ഡിവിഷൻ ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ ഒരു 1 ഏക്കർ ലാൻഡിന് 5 സെന്റ് 10 സെന്റ് എന്നുള്ള രീതിയിൽ സബ്ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാലും അതൊരു ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ് എന്നുള്ള കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് നമ്മൾ മുന്നേ പറഞ്ഞു, അഗ്രികൾച്ചർ ലാൻഡിൽ ആ ഒരു കാറ്റഗറിയിൽ വരില്ല. അതുപോലെ തന്നെ ഫാമിലി പാർട്ടീഷനും ഈ ഒരു കാറ്റഗറിയിൽ വരില്ല എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് കുടുംബപരമായിട്ടുള്ള ഒരു ഫാദറിന്റെ സ്വത്ത് നമ്മൾ അതിൽ സബ്ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ, മക്കൾക്ക് സബ്ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലോട്ട് ഡെവലപ്മെന്റ് പെർമിറ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളോ ഇതിൽ ബാധകമല്ല എന്നുള്ളതാണ് ഈ ഒരു ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള നോംസ് വരുന്നത്. നമ്മളൊരു ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ലാൻഡിൽ മിനിമം ഒരു പ്ലോട്ടിൽ എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്നുള്ളതാണ്.
ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം 125 സ്ക്വയർ മീറ്റർ അഥവാ ഒരു 3 സെന്റെങ്കിലും മിനിമം ഒരു പ്ലോട്ടിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ റോഡിൻ്റെ ഫ്രണ്ടേജിൽ ആ പ്ലോട്ടിൽ മിനിമം 4 മീറ്റർ വിഡ്ത്ത് ഉണ്ടാവണം എന്നുള്ളത്. നമുക്കറിയാം ഒരു റോഡിൻ്റെ ഫ്രണ്ടേജിൽ ഒരു പ്ലോട്ടിൻ്റെ ഒരു വിഡ്ത്ത് അത് മിനിമം 4 മീറ്റർ ഉണ്ടാവണം എന്നുള്ളതാണ് റെയിൽ അതുപോലെ തന്നെ പ്ലോട്ട് ഡെവലപ്മെൻറ്റ് പെർമിറ്റിൽ പറയുന്നൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആവറേജ് വിഡ്ത്ത് 6 മീറ്റർ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ഈ പ്ലോട്ട് ഏത് ഷേപ്പിലാണെങ്കിലും ഈ ഒരു കാറ്റഗറി നമ്മൾ പാലിച്ചാൽ മാത്രമാണ് ഒരു ഡെവലപ്മെൻറ്റ് പെർമിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു പെർമിറ്റ് എടുക്കുമ്പോൾ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു 1 ഏക്കർ ലാൻഡ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഓരോ പ്ലോട്ടിനും ഇതൊരു മിനിമം ക്രൈറ്റീരിയ ആണ്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കണം എന്നുള്ളതാണ്. നമ്മളെ പ്ലോട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇന്റേണൽ റോഡ്സിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ മിനിമം 7 മീറ്റർ വേണം എന്നുള്ളതാണ് ഇന്റേണൽ റോഡ്സിൽ പറയുന്ന റിക്വയർമെൻറ്റ്. അതായത് ഒരു 1 ഏക്കർ ലാൻഡ് ആണെങ്കിലും ഒരു 2 ഏക്കർ ലാൻഡ് ആണെങ്കിലും ഒരു മിനിമം 7 മീറ്റർ വേണം എന്നുള്ളതാണ്. അതിൽ കുറച്ച് ഇളവുകൾ വന്നിട്ടുണ്ട്. ഒരു റോഡ് 250 മീറ്ററിന് ഉള്ളിലാണ് ലെങ്ത് എങ്കിൽ നമ്മൾ 5 മീറ്റർ മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 75 മീറ്റർ ഉള്ള ഒരു റോഡിൻ്റെ ലെങ്ത് അതിൻ്റെ ഉള്ളിലാണ് ഒരു റോഡിൻ്റെ ലെങ്ത് വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ റോഡ് കഴിയുകയാണെങ്കിൽ നമുക്ക് അവിടെ 3 മീറ്റർ റോഡിൻ്റെ വീതി മതി എന്നുള്ളതാണ്. ഇതിൽ രണ്ടിലും പറയുന്നൊരു കാര്യം അതിൻ്റെ റോഡ് എൻഡിൽ കൾഡിസാക്ക് എന്ന് പറയും. റോഡ് എൻഡിൽ കൾഡിസാക്ക് വണ്ടി തിരിഞ്ഞ് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ടീ ആയിട്ടോ അതിൽ മറ്റുള്ള കർവായിട്ടോ ചെറിയ റൗണ്ട് ബോട്ടായിട്ടോ ഒരു ഡെഡ് എൻഡിൽ ഒരു കൾഡിസാക്ക് വേണം എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ജംഗ്ഷനിലും കർവിലും വണ്ടികൾ സ്മൂത്തായി തിരിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷേപ്പ് ആയിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് പെർമിറ്റിൻ്റെ റിക്വയർമെൻറ്റിലായിട്ട് പറയുന്നത്. ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിക്രിയേഷണൽ ഏരിയ അതുപോലെ തന്നെ അമ്യൂണിറ്റീസ്, കോമൺ അമ്യൂണിറ്റീസ്. ഇത് നമ്മൾ ഇതിന് പറയുന്ന ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് വെച്ചാൽ റിക്വയർമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഹെക്ടർ അതുപോലെ 1.24 ഏക്കേഴ്സ് ലാൻഡിൽ കൂടുതലോ അതുമല്ലെങ്കിൽ 10 പ്ലോട്ടിൽ കൂടുതലോ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 10% കോമൺ ഏരിയയിലേക്ക് വിടണം എന്നുള്ളതാണ്. റോഡ് കൂടാതെ 10% കോമൺ ഏരിയയിലേക്ക് വിടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ പ്ലോട്ടിലേക്കും ഈ കോമൺ ഏരിയയിലേക്ക് ആക്സസ് ഉണ്ടാവണം എന്നുള്ളതാണ് അടുത്തതായിട്ട് ഒരു പറയുന്ന ഒരു റിക്വയർമെന്റ്. പിന്നെ അതുപോലെ 10% ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഒരു 1 ഏക്കർ ലാൻഡ് ആണെങ്കിൽ 10 സെന്റ് ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെക്കാം, അതല്ലേ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. പ്ലോട്ടിന്റെ ഷേപ്പിനനുസരിച്ച് അതിന് ഡിസൈൻ ചെയ്യാം. അതിൽ പറയുന്നത് മിനിമം ഒരു പ്ലോട്ട് ഈ കോമൺ ഏരിയയിൽ ഒരു പ്ലോട്ട് മിനിമം 2 hours അതും ഏകദേശം ഒരു 5 സെന്റ് ഒരു പ്ലോട്ടിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ റോഡിന്റെ സൈഡിലുള്ള ചെറിയ ഒരു നാരോ ആയിട്ടുള്ള ഏതെങ്കിലും വിഡ്ത്ത് ഏരിയ അഡീഷണൽ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കോമൺ ഏരിയ ആയിട്ട് കൗണ്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം. മിനിമം 2 hours ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മിനിമം അതിന് വിഡ്ത്ത് 6 മീറ്റർ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു പ്ലോട്ടിന്റെ ഒരു ഷേപ്പ് വരുമ്പോൾ ഒരു നാരോ ആയിട്ടുള്ള ഒരു ഏരിയ അതിലൊരു ലെങ്തി ഒരു ഏരിയ റോഡിന്റെ സൈഡിലുള്ള ഏതെങ്കിലും നമുക്കൊരു വേസ്റ്റേജ് ആയിട്ടുള്ള ഒരു ഏരിയ ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയ അതിനെങ്കിലും ഒരു ചെറിയ പുല്ലും ഗ്രാസ് എല്ലാം വെച്ച് അതൊരു കോമൺ ഏരിയ ആയിട്ട് കൂട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. ഇതിൽ പറയുന്നത് മിനിമം 6 മീറ്റർ എങ്കിലും വിഡ്ത്ത് ഉണ്ടാവണം ആ ഒരു പ്ലോട്ടിന്റെ ഷേപ്പിൽ, കോമൺ ഏരിയ പ്ലോട്ടിന്റെ ഷേപ്പിൽ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ പറയുന്നത് 2 ഹെക്ടറിന് മുകളിലാണ് ഒരു പ്ലോട്ട് ഉള്ളത് അതിന് ഡെവലപ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ അതിൽ ട്രാൻസ്ഫോമറിനുള്ള ഒരു പ്രൊവിഷൻസും കൂടെ കോമൺ ഏരിയക്ക് പുറമെ ഒരു ട്രാൻസ്ഫോമർ വെക്കാനുള്ള ഒരു പ്രൊവിഷൻസ് കൂടെ അതിൽ ഉണ്ടാവണം എന്നുള്ളത്. നമുക്കറിയാം ഒരു 5 ഏക്കർ 10 ഏക്കർ ലാൻഡ് എല്ലാം ഡെവലപ്മെന്റ് ചെയ്ത് ഒരു ചെറിയ റോഡും കൊടുത്തതിന് ശേഷം കുറേ പ്ലോട്ടുകളാക്കി തിരിച്ച് ഇഷ്ടംപോലെ കേസുകൾ അങ്ങനത്തെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കസ്റ്റമർ സ്ട്രഗിൾ ചെയ്യുന്ന കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 ഹെക്ടർ ഏകദേശം 5 ഏക്കറിന് മുകളിലാണ് ആ ലാൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നതെങ്കിൽ ട്രാൻസ്ഫോമറിനുള്ള പ്രൊവിഷൻസും കൂടെ അതിൽ കാണണം എന്നുള്ളതാണ് ഈ ഒരു ഡെവലപ്മെന്റ് പെർമിറ്റിൽ പറയുന്നത്. ലാൻഡ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ റോഡ്സിന്റെ ഒരു റിക്വയർമെന്റ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ ഡെവലപ്മെന്റ് നടക്കുന്ന ആ ഒരു എൻട്രൻസ് ഒരു എക്സ്റ്റേണൽ റോഡ്, ആ റോഡ് ഒരുപക്ഷെ പഞ്ചായത്ത് റോഡായിരിക്കാം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി റോഡായിരിക്കാം, അല്ലെങ്കിൽ കോർപ്പറേഷൻ റോഡായിരിക്കാം, PWD NH പോലുള്ള റോഡുകളായിരിക്കാം. ഈ റോഡിന്റെ ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. മിനിമം ക്രൈറ്റീരിയ എത്ര വേണമെന്ന് പറയുന്നുണ്ട്. ഒരു 0.5 to 1 ഹെക്ടർ ലാൻഡ് ആണ് അതിലേക്ക് വരുന്ന ഒരു എക്സ്റ്റേണൽ റോഡാണെങ്കിൽ നമുക്കൊരു 1.5 മീറ്റർ മതി എന്നുള്ളതാണ്. 1.5 മീറ്റർ വിഡ്ത്ത് മതി എന്നുള്ളതാണ് ഒരു റൂൾസിൽ പറയുന്നത്. അതുപോലെ തന്നെ 0.5 ഹെക്ടർ ടു 1 ഹെക്ടർ വരെ, അതായത് 2.5 ഏക്കർ വരെ 3.6 മീറ്റർ എക്സ്റ്റേണൽ റോഡ് മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 1 ഹെക്ടർ ടു 2 ഹെക്ടർ, അതായത് 2 ഹെക്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം 5 ഏക്കറോളം വരും. 5 ഏക്കർ അത്ര ഒരു ലാൻഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നടക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് വരേണ്ടത് 5 മീറ്റർ എക്സ്റ്റേണൽ റോഡ് വിഡ്ത്ത് വേണം. ആ പ്ലോട്ടിലേക്ക് എൻട്രൻസ് വരുന്ന എക്സ്റ്റേണൽ റോഡ് വിഡ്ത്ത് 5 മീറ്റർ മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് 2 ഹെക്ടറിന് മുകളിൽ നമ്മളൊരു ലാൻഡ് ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലേക്ക് വരുന്ന എക്സ്റ്റേണൽ റോഡ് 6 മീറ്ററാണ് വിഡ്ത്ത് പറയുന്നത്.
ഒരു മിനിമം റിക്വയർമെൻ്റ് ആണ്. ഈ ഒരു മിനിമം റിക്വയർമെൻറ്റ് പറയുന്നത് എക്സ്റ്റേണൽ റോഡും നമുക്കറിയാം, കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും അത്രയും റോഡുകൾ നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിക്വയർമെൻറ്റ് ഇത്രയും വിഡ്ത്ത് കുറവായിട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും നല്ലത് ഒരു മിനിമം 7 മീറ്റർ റോഡ് ഉണ്ടെങ്കിലാണ് ആ പ്ലോട്ടിലേക്ക് ഈസി ആക്സസ് ആയിട്ട് കയറുക എന്നുള്ളതാണ്. ഇനി ലാൻഡ് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അപ്രൂവൽസുകൾ. ഇതിൽ നമുക്ക് പറയുന്നത് 21 യൂണിറ്റോ അല്ലെങ്കിൽ അതിന് മുകളിലോ യൂണിറ്റും അതുപോലെ തന്നെ 0.5 ഹെക്ടറിന് മുകളിലാണ് ലാൻഡ് ഏരിയ എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ടൗൺ പ്ലാനറിൽ നിന്നാണ് ഈ ഒരു അപ്രൂവൽ ലഭിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 0.5 ഹെക്ടറിന് മുകളിലും 11 മുതൽ 20 വരെയുള്ള പ്ലോട്ടുകളാണ് അതിൽ ഉള്ളതെങ്കിൽ അത് നമ്മൾ വാങ്ങേണ്ടത് മുനിസിപ്പൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് ഇതിൻ്റെ അപ്രൂവൽ വാങ്ങേണ്ടത്. അതുപോലെ 10ന് താഴെയും അതുപോലെ തന്നെ 0.5 ഹെക്ടറിന് താഴെയുമാണ് ആ ഒരു ലാൻഡ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടുകൾ ഉള്ള ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് അപ്രൂവൽസ് വേണ്ട എന്നുള്ളതാണ്. ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ റിക്വയർമെൻറ്റ്സ് ഈ ഒരു ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന എവിടെയെങ്കിലും ലാൻഡിൽ മണ്ണ് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ മണ്ണ് എടുക്കുക, ഇത്തരത്തിൽ വരുമ്പോൾ ജിയോളജിയുമായി ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പും അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റോപ്പ് മെമ്മോ നമ്മൾക്ക് എപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു നിയമത്തിൽ വരുന്നൊരു കാര്യമാണ് ഇനി ററയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ സ്ഥാപനങ്ങൾ ഒരുമിച്ച് ഇതിലേക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ പഞ്ചായത്തിൻ്റെ മുന്നിലും ഇതിനു വേണ്ട ബോർഡുകൾ വെക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഏരിയകളിലാണ് ഈ ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ലാൻഡ് ഡെവലപ്മെൻറ്റുകൾ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ അധികാരം സെക്രട്ടറിമാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സർക്കുലറിൽ പറയുന്നത്. എവിടെയും നമ്മൾ ലാൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ മിനിമം ക്രൈറ്റീരിയ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് അതിന് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് എടുത്ത് അതിന് റെറ രജിസ്ട്രേഷൻ ചെയ്ത് നടത്തുന്നതോടുകൂടി ഈ ഒരു രീതിയിലുള്ള എല്ലാ ചൂഷണങ്ങളും നിലക്കും എന്നുള്ളതാണ്.